ഹലോ, നമസ്കാരം ഗായ്സ്. ഹലോ, ഇത് കണ്ടോ? സ്ട്രോബെറി നട്ടാൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയില്ല എന്ന് ഞാൻ തൈ നട്ട സമയത്ത് കുറേ പേര് പറഞ്ഞിരുന്നു, കമൻറ്റ് ചെയ്തിരുന്നു. പക്ഷേ അവർക്കും കൂടി ഒരു മറുപടിയാണിത്. കണ്ടോളി. നമ്മൾ മനസ്സറിഞ്ഞ് നട്ട് കഴിഞ്ഞാൽ അത് ഉണ്ടാകും, കായ്ക്കും. നമ്മൾ മനസ്സറിയണം. നമ്മുടെ മണ്ണും നമ്മുടെ കാലാവസ്ഥയും ഒക്കെ റെഡിയാണ്. പക്ഷെ നമ്മൾ റെഡിയായാൽ മതി. എന്നാൽ നമ്മുടെ മണ്ണിൽ 100 മേനി ഏത് ഫ്രൂട്ടും ഏത് പച്ചക്കറികളും നമുക്ക് വിളയിച്ചെടുക്കാം. പക്ഷെ നമ്മൾ മനസ്സ് വെക്കണം. നമ്മൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് നമ്മുടെ മണ്ണിൽ ഇതുണ്ടാവുകയില്ല, നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കുകയില്ല, അതൊക്കെ പറഞ്ഞ് വെറുതെ ഇതാക്കണം. പക്ഷേ നമ്മൾ മനസ്സറിഞ്ഞ് മണ്ണിൽ കൃഷി ചെയ്താൽ വിജയിക്കും 100%. കാരണം അതിനുള്ളൊരു ഉദാഹരണമാണിത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ കായ്ക്കുമെന്ന്. പക്ഷേ ഞാൻ എൻ്റെ മനസ്സും ഒക്കെ വെച്ചുകൊണ്ട് ഞാൻ നല്ലവണ്ണം പരിപാലിച്ചു. അതിന് ഒരു പ്രതിഫലം കിട്ടി. ഞാനും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത് കായ്ക്കുമെന്ന്. പക്ഷേ കായ്ച്ചാൽ നമുക്ക് കാണാമെന്ന് കരുതി നട്ടു. പക്ഷേ 100% വിജയിച്ചു. കുഴപ്പമില്ല, നല്ല കായ് കിട്ടി എനിക്ക്. ഇത് കണ്ട നല്ല വലുപ്പമുള്ള കായാണ്. ഏകദേശം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നത് ചെറുതാണ്. പക്ഷേ ഇത് നല്ല വലുപ്പവും നല്ല ഇതും കിട്ടി. ഇനിയും കൂടുതൽ നടണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് സക്സസ് ആയി, വിജയിച്ചു. ഇനിയും ചെയ്യണമെന്ന് ഇൻഷാ അല്ലാഹ് കൂടുതൽ നടണമെന്ന് കരുതുന്നുണ്ട്. ഇതിന് കാര്യമായ വളം കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. കാരണം ഞാൻ മുൻ കൃഷി ചെയ്ത ഒരു ഡ്രമ്മിലായിരുന്നു ഇത് നട്ടിരുന്നത്. നട്ട സമയത്ത് ആ മണ്ണിൽ തന്നെ കുറച്ച് എല്ലുപൊടിയും ചാണകപ്പൊടിയും കമ്പോസ്റ്റ് മാത്രം ഇട്ട് കൊടുത്ത് ഇളക്കി അതിൽ നട്ടു. പിന്നെ ഒന്ന് ഫ്ലവർ വന്നപ്പോൾ പിന്നെയും കുറച്ച് എല്ലുപൊടി മാത്രം ഇട്ട് കുറച്ച് മണ്ണിട്ട് കൊടുത്തു. വേറെ കാര്യങ്ങളും ചെയ്തിട്ടില്ല. പിന്നെ 2 നേരം നനക്കും, അത്രമാത്രം ചെയ്തു. ഏകദേശം നല്ല കണ്ടോ. പിന്നെ ഞാൻ ചെയ്തത് കണ്ടോ, ഇതുപോലെ നട്ട് കഴിഞ്ഞിട്ട് ഇതുപോലെ ചകിരി ലെയറായിട്ട് വെച്ച് കൊടുത്തു. ഈ സ്ട്രോബെറിക്ക് നല്ല തണുപ്പ് വേണം. അതിന് ഇങ്ങനെ ഓരോ ലെയറായിട്ട് ചകിരി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വെയിലടിച്ചാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതിന് നല്ല തണുപ്പായിരിക്കും. അപ്പോൾ നല്ല കായ്കൾ കണ്ടോ. ഇതൊക്കെ ചെറിയ ചെറിയ പൂക്കളും കായ്കളൊക്കെ ഉണ്ടായി കണ്ടോ. ഇതൊക്കെ ചെറിയ കായ്കൾ ഉണ്ടായിക്കൊണ്ട് കണ്ടോ. അപ്പോൾ ഒന്ന് പറിക്കുമ്പോൾ നമുക്ക് ഒന്ന് പറിച്ചു കൊണ്ട് വെക്കാം. ദിവസവും പറിക്കാം, 1-1.5 പറിക്കാം കായ് സ്ട്രോബെറി. നല്ലവണ്ണം നമ്മുടെ മണ്ണിലുണ്ടാവും. ഒരു പരാജയമാണ്. ഏത് സാധനവും നമ്മുടെ മണ്ണിലുണ്ടാവും. പക്ഷെ നമ്മൾ പരിശ്രമിച്ചാലേ ഉണ്ടാവുകയുള്ളൂ. വെറുതെ തൊള്ള കൊണ്ട് പറഞ്ഞ് നടുമ്പോഴത്തിന് നമ്മളെ മണ്ണിലുണ്ടാവില്ല എന്ന് പറയരുത്. പക്ഷേ നമ്മൾ പരിശ്രമിച്ചാൽ വിജയം ഉറപ്പാണ്. എന്തും നമ്മളെ മണ്ണിലുണ്ടാവും. ആപ്പിളും കാര്യങ്ങളൊക്കെ നമ്മളെ മണ്ണിലുണ്ടാവും. പക്ഷെ നമ്മൾ പരിശ്രമിക്കില്ല. അപ്പം പറയും കാലാവസ്ഥ പ്രശ്നം, നമ്മുടെ കാലാവസ്ഥക്ക് പറ്റൂല. അതല്ല, എല്ലാം ഉണ്ടാവും. പക്ഷെ നമ്മൾ പരിശ്രമിക്കണം. കണ്ടോ, ഇതൊക്കെ നല്ല വലുപ്പമല്ല സ്ട്രോബെറി കേട്ടോ. കണ്ടോ, ഇതൊക്കെ നല്ല അടിപൊളി സ്ട്രോബെറിയാണ്. ഓക്കെ, നമസ്കാരം.